ഹായ് ഡിയേഴ്സ്, അവളിടം ബൈ നീതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കോഫി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, അധികം സമയമൊന്നും എടുക്കില്ല, നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കോഫിയുടെ നല്ല ഫ്ലേവറും ഉണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇത് ഓവനില്ലാതെ ഇവിടെ കാണിക്കുന്നത്, ഇത് ഓവനിൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഞാനത് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിലാണ് കേട്ടോ. ഇതിന് ബീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ, വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടുള്ള ജാർ എടുക്കുക. അതിനകത്തേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണേലും, ഫ്ലേവർ ഇല്ലാതെ ഏത് ഓയിൽ വേണേലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കോഫി പൗഡർ വേണം, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആട്ടോ വേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നെസ്കഫേയുടെ ഒക്കെ എടുക്കാം, ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാം. അത് ഞാൻ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ കോഫി പൗഡറിൽ ചെറിയ കട്ടകളൊക്കെ ഉള്ള കോഫി പൗഡർ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അരിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ മിക്സ് ആവാൻ ടൈം എടുക്കും. പിന്നെ ഇതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാരയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര അല്ല, പൊടിക്കാത്ത പഞ്ചസാരയാണ് വേണ്ടത്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 മുട്ട, അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. 2 മിനിറ്റ് നേരമാണ് അടിച്ചെടുക്കേണ്ടത്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവും, 2 മിനിറ്റ് നേരം എടുക്കും. അപ്പോൾ ഞാനിതാ എല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നല്ലപോലെ എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഈ ബൗളിലും വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ, വെള്ളമൊന്നും ഇല്ലാത്ത ബൗളാണ് എടുക്കേണ്ടത്. അതിനകത്തേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അരിപ്പ എടുക്കാം. അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരിച്ചിട്ട് ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 പ്രാവശ്യം ഇട്ട് കൊടുക്കാം. ഇത് പതുക്കെ ഇളക്കി കൊടുക്കാം, ഓവർ മിക്സ് ചെയ്യരുത്, കേക്ക് ഹാർഡായിട്ട് പോവും. വിസ്ക് വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും, കട്ടയൊന്നും ഉണ്ടാവില്ല, അധികം സമയമൊന്നും എടുക്കില്ല. അപ്പോൾ 2 പ്രാവശ്യവും ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ബാറ്ററി കട്ടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. കട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല കട്ടിയാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട. ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഞാൻ പാന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ കേക്ക് ബാറ്റർ ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, അതേപോലെ കട്ടിയുള്ള ബാറ്റർ ആയിരിക്കും. ഇത് മുഴുവൻ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം സ്പൂൺ വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. കട്ടിയുള്ളതായതുകൊണ്ട് എല്ലായിടത്തും ലെവലാകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് പോവാനായിട്ട് ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇത് പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ സിമ്മാക്കിയിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ വെക്കാം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുത്തിയൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാൻ, ചൂടാറാനായിട്ട് വെക്കാം. ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാനിത് സൈഡൊക്കെ ഒന്ന് കത്തി കൊണ്ടൊന്ന് വിടുവിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കേക്ക് പാനൊന്ന് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ ആ കേക്കൊക്കെ നല്ല ചൂടാറിയിട്ടുണ്ട്. പിന്നെ അത് കട്ട് ചെയ്ത് കാണിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്ക് കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര സോഫ്റ്റ് ആണ് എന്നുള്ളത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.